अस्सलामुअलैकुम वरहमतुल्लाहि तआला वबरकातुहू। അപ്പോൾ അതർ കൈൻഡ്സ് ഓഫ് ഈക്വാലിറ്റി എന്ന സൈഡിൽ അഥവാ ഈ സമത്വത്തിന്റെ വ്യത്യസ്ത ഇനങ്ങൾ എന്ന സൈഡിൽ നമ്മൾ രണ്ട് കഥകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന അസമത്വത്തിന്റെ അഥവാ ഇനീക്വാലിറ്റിയുടെ ജീവിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് കുറച്ച് നീണ്ടു പോയത് കൊണ്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഏതായാലും നമുക്ക് അത് ഒന്ന് നോക്കാം. ഏതാണ് ആ രണ്ട് ഇനീക്വാലിറ്റിയെ പ്രതിപാദിക്കുന്ന രണ്ട് കഥകൾ? അത് വെറും കഥകളല്ല, ഓരോരാളുടെയും ജീവിതത്തിൽ നടന്ന ഓരോരോ സംഭവ വികാസങ്ങളെയാണ് ഇവിടെ കഥ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. മനസ്സിലല്ലാതെ ഫാബിൾസ് അല്ല, കെട്ടുകഥകൾ അല്ല. അപ്പോ ഇവിടെ ഒന്നാമത്തെ കഥ ഓം പ്രകാശ് വാൽമീകി, മനസ്സിലായോ, എന്ന ദളിത് എഴുത്തുകാരൻ എഴുതുന്ന തന്റെ അനുഭവമാണ്. അഥവാ ഓം പ്രകാശ് വാൽമീകിയുടെ ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ് ഒന്നാമത്തേത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ ഓം പ്രകാശ് വാൽമീകി ഈസ് എ ഫേമസ് ദളിത് റൈറ്റർ. മനസ്സിലാകുന്നല്ലോ. ഓം പ്രകാശ് വാൽമീകി എന്നുള്ളത് ഒരു ഫേമസ് ആയ ദളിത് റൈറ്റർ ആകുന്നു. ആര്? ഓം പ്രകാശ് വാൽമീകി. ആത്മകഥ, മനസ്സിലായോ? ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാല് ആത്മകഥ, സ്വന്തത്തെ കുറിച്ച് സ്വന്തം എഴുതുന്ന സ്വന്തം ജീവിത ചരിത്രം എഴുതുന്നതിനാണ് എന്താ പറയുക? ഓട്ടോബയോഗ്രഫി. മറ്റേതെന്താ? ബയോഗ്രഫി എന്ന് പറഞ്ഞാല് ജീവകഥ. മനസ്സിലായോ? ജീവകഥ എന്ന് പറഞ്ഞാല് മറ്റൊരാള് എഴുതിയത്. മനസ്സിലായോ? മറ്റേത് ആത്മകഥ, സ്വന്തം എഴുതിയ കഥ. അതിൽ ഓട്ടോബയോഗ്രഫി തന്റെ ആത്മകഥയിൽ അഥവാ അതേതാണ് ആ ആത്മകഥ? ജൂദാൻ. മനസ്സിലായോ? ജൂദാൻ എന്ന തന്റെ ആത്മകഥയുടെ ബുക്കിന്റെ പേരാണ് എന്ത്? ഓം പ്രകാശ് വാൽമീകിയുടെ ആത്മകഥയുടെ പേരാണ് എന്ത്? ജൂദാൻ. ആ ജൂദാൻ എന്ന ഗ്രന്ഥത്തിൽ, ആ ബുക്കിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം എഴുതുന്നത് ഐ ഹാഡ് ടു സിറ്റ് അവേ ഫ്രം ദി അതേഴ്സ് ഇൻ ദി ക്ലാസ്. ഐ ഹാഡ് ടു സിറ്റ്, എനിക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവേ ഫ്രം ദി അതേഴ്സ്, മനസ്സിലായോ? മറ്റുള്ളവരിൽ നിന്നും വിട്ടുകൊണ്ട് എനിക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. എവിടെ? ഇൻ ദി ക്ലാസ്സിൽ. മനസ്സിലായോ? വിദ്യ നുകരാൻ പോകുന്ന ക്ലാസ്സിൽ, സ്കൂളിലെ ആ ക്ലാസ് മുറിയിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു അകന്നിരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. ഐ ഹാഡ് ടു സിറ്റ് അവേ ഫ്രം അതേഴ്സ്. മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ and that too on the floor. അത് എവിടെ പോലും ആയിട്ടുണ്ട്? ഫ്ലോർ, നിലത്ത് പോലും ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റുള്ള കുട്ടികളൊക്കെ ബെഞ്ചിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ എവിടെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്? നിലത്ത് ഇരിക്കേണ്ടി പോലും വന്നിട്ടുണ്ട്. ദാറ്റ് മാച്ച്, ആ പായ, മനസ്സിലായോ? മാച്ച് പായ, ദാറ്റ് മാച്ച്, ആ പായ. റൺ ഔട്ട് ബിഫോർ റീച്ചിങ് ദി സ്പോട്ട് ഐ സാറ്റ് ഓൺ. മനസ്സിലായോ? അതെന്തായിട്ട് ഞാൻ ഇരിക്കുന്ന പായ ഉണ്ടല്ലോ, അത് പുറത്തേക്ക് ഇട്ടിട്ട് പോലും ഉണ്ട്. മനസ്സിലായോ? ഞാൻ ക്ലാസ്സിൽ ബിഫോർ ഐ റീച്ച്, മനസ്സിലായോ? ഞാൻ എത്തുന്നതിന് മുമ്പ് എന്തായിരുന്നു? ആ പായ പുറത്തേക്ക് പോലും ഇട്ടിരുന്നു. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടിയോട് ദേഷ്യം എന്ത് ചെയ്യും? അവനെ പരമാവധി ആക്രമിക്കാൻ എന്താവും? ഓരോരുത്തരും ശ്രമിക്കും. ആർക്കൊക്കെ ദേഷ്യമുണ്ട് അവരോടൊക്കെ അവരെന്താകും? ആ കുട്ടിയെ പരമാവധി ആക്കും. ഓന് പുറത്തു പോയി ഓനെ പെൻസിൽ എടുത്ത് അപ്പുറം ഇടും, ഓന്റെ നോട്ട് ബുക്ക് എടുത്ത് കീറും. അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യും? ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ അദ്ദേഹം ഓം പ്രകാശ് വാൽമീകി എന്ന ദളിത് എഴുത്തുകാരൻ എഴുതുന്നത്, എനിക്ക് ക്ലാസ്സിൽ മറ്റുള്ളവരിൽ നിന്നും അകന്നിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തുകൂടി വന്നിട്ടുണ്ട്? നിലത്തിരിക്കേണ്ടി വന്നു. ആ നിലത്തിരിക്കുന്ന പായ പോലും അത് പുറത്തേക്ക് ഇട്ടിരുന്നു. ബിഫോർ ഐ റീച്ച്, ഞാൻ എത്തുന്നതിന് മുമ്പ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് അത് പുറത്തേക്ക് ഇട്ടിരുന്നു. Sometimes, ചില സമയത്ത് I would have to sit away behind everybody. മനസ്സിലാവുന്നുണ്ടല്ലോ? Sometimes, ചില സാഹചര്യങ്ങളിൽ, ചില സമയത്ത് I would have to sit, എനിക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. Away from the എവിടെ? I would have to sit, എനിക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. Away behind everybody, എല്ലാവരുടെയും പിറകിൽ. മനസ്സിലായോ?
ഏറ്റവും അവസാനം ബാക്ക് ബെഞ്ച് കഴിഞ്ഞ് പിന്നെ അതിനുശേഷമായിരുന്നു എനിക്ക് ഇരിക്കേണ്ടി വന്നത്. മനസ്സിലായോ? ഹാഡ് ടു സിറ്റ്, എനിക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ബിഹൈൻഡ് എവരിബഡി, എല്ലാ ഓരോരുത്തരുടെയും ശേഷം, അഥവാ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായിരുന്നു ആരിരുന്നത്, ഞാൻ ഇരിക്കേണ്ടി വന്നിട്ടുള്ളത്. നിയർ, എവിടെ? റൈറ്റ് നിയർ ദി ഡോർ, ഏകദേശം ആ ഡോറിന് അടുത്തായിരുന്നു. മനസ്സിലായോ? ഡോറ് അതിന് കുറച്ചും കൂടി കഴിഞ്ഞാൽ ക്ലാസ്സിലെ കുട്ടികളെ ഇരിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും കഴിഞ്ഞ് ഡോറിന്റെ അടുത്തായിക്കൊണ്ട്, ഏകദേശം അടുത്തായിക്കൊണ്ട്, എല്ലാവരുടെയും പിറകിലായിക്കൊണ്ട് എനിക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സംടൈംസ്, ചില സമയത്ത് they would beat me, അവരെന്നെ അടിക്കുമായിരുന്നു, എന്നെ ആക്രമിക്കുമായിരുന്നു. without any reason, ഒരു കാരണവുമില്ല. without any reason they would beat me, അവരെന്നെ അടിക്കാറുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? when I was in the class 4, നാലാം ക്ലാസ്സിലേക്കായിരിക്കെ, when he was in the class 4, നാലാം ക്ലാസ്സിലായിരിക്കെ, the headmaster asked ഓം പ്രകാശ് ബാൽക്കിനി എന്ന എഴുത്തുകാരൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സാഹചര്യത്തിൽ ഹെഡ്മാസ്റ്റർ ആസ്ക്ഡ് ഹിം, അവനോട് എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. എന്തിന്? ടു സ്വീപ് ദി സ്കൂൾ ആൻഡ് പ്ലേ ഗ്രൗണ്ട്. മനസ്സിലായോ? ഏത്? സ്വീപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുക. മനസ്സിലായോ? എന്തിനാണ് ആവശ്യപ്പെട്ടത്? ടു സ്വീപ് ദി സ്കൂൾ ആൻഡ് പ്ലേ ഗ്രൗണ്ട്, സ്കൂളും വിദ്യാലയവും അതിന്റെ ചുറ്റും കിടക്കുന്ന കളിക്കുന്ന മൈതാനങ്ങളൊക്കെ, കളിസ്ഥലങ്ങളൊക്കെ അടിച്ചു വാരാൻ വേണ്ടി ഓംപ്രകാശിനോട് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആവശ്യപ്പെട്ടിരുന്നു. ഈ റൈറ്റ്സ്, ഓംപ്രകാശ് ബാൽക്കിനി എഴുതുന്നു എന്ത്? ദി പ്ലേഗ്രൗണ്ട് വാസ് way larger than my small physique could handle and in cleaning. മനസ്സിലാവുന്നല്ലോ? ദി പ്ലേഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് കളിക്കുന്ന സ്ഥലം, വാസ് ആയിരുന്നു, വേ ലാർജർ അത് വലിയതായിരുന്നു, ദാൻ മൈ സ്മോൾ ഫിസിക് എന്റെ ചെറിയ ശാരീരം. നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബോഡി ഇങ്ങനെ ഉണ്ടായിരിക്കും, ചെറുതായിരിക്കും. അത് ഒരു ക്ലാസ് റൂം അടിച്ചു വരാനൊക്കെ സാധിച്ചാലും ഒരു പ്ലേ ഗ്രൗണ്ട് അടിച്ചു വരാൻ സാധിക്കില്ല. അതാവുന്നത് ആ കളിക്കുന്ന സ്ഥലം വാസ് ആയിരുന്നു, ലാർജർ ദാൻ മൈ സ്മോൾ ഫിസിക് എന്റെ ശരീരഘടനയെക്കാളും അത് വലുതായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ശരീരഘടനയെക്കാളും എത്രയോ വലുതാണെന്ത്? ഈ കളിസ്ഥലം അടിച്ചു വാരുക എന്നുള്ളത്. മനസ്സിലാവുക? ഓന്റെ ശരീരത്തിന് എന്താവില്ല, അത് താങ്ങാൻ കഴിയില്ല. ഗുഡ് ഹാൻഡിൽ, അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിനേക്കാളും എത്രയോ അപ്പുറമായിരുന്നു ഈ നാലാം ക്ലാസ് കുട്ടിയോട് ഈ പ്ലേ ഗ്രൗണ്ട് അടിച്ചു വാരുക എന്ന് ആവശ്യപ്പെടുന്നത്. മനസ്സിലാവുന്നല്ലോ? ഇൻ ക്ലീനിങ് ഇറ്റ്, അത് ക്ലീൻ ചെയ്യാനും അത് നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വളരെ അസാധ്യമായിരുന്നു എന്നർത്ഥം. മൈ ബാക്ക്, എന്റെ പിറകുവശം, ബിഗൻ ടു ഏച്ച്, അത് വേദനിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്റെ പിറകുവശം, എന്റെ ബാക്ക്വേർഡ് എന്താവാൻ തുടങ്ങി? ബിഗൻ ടു ഏച്ച്, വേദനിക്കാൻ തുടങ്ങി. മൈ ഫേസ് വാസ്, എന്റെ മുഖമായിരുന്നു, കവേർഡ് വിത്ത് ഡസ്റ്റ്, അത് പൊടിയാൽ മൂടപ്പെട്ടതായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? പൊടിയാൽ മൂടപ്പെട്ടതായിരുന്നു എന്റെ മുഖം. ഡസ്റ്റ് ഹാഡ് ഗോൺ, ഡസ്റ്റ് പോയിട്ടുണ്ട്. ഇൻസൈഡ് മൈ മൗത്ത്, എന്റെ വായക്കുള്ളിൽ പോലും എന്ത് പോയിട്ടുണ്ട്? പൊടി പടലം പോയിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ദി അതർ ചിൽഡ്രൻ, മറ്റു കുട്ടികൾ, ഇൻ മൈ ക്ലാസ്, എന്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ, വേർ സ്റ്റഡിങ്, അവരെന്താവുന്നു? പഠിക്കുകയായിരുന്നു. ആൻഡ് ഐ വാസ് സ്ലീപ്പിംഗ്, ഞാൻ എന്ത് ചെയ്യുന്നു? അടിച്ചു വാരുകയും ചെയ്യുന്നു. മറ്റുള്ള കുട്ടികൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുകയും ചെയ്യുന്നു. ദി ഹെഡ് മാസ്റ്റർ, സ്കൂളിലെ ഹെഡ് മാസ്റ്റർ വാസ് സിറ്റിംഗ് ഇൻ ഹിസ് റൂം, ആ ഹെഡ് മാസ്റ്റർ തന്റെ ചേംബറിൽ, തന്റെ മുറിയിൽ ഇരിക്കുന്നു. ആൻഡ് വാച്ചിങ് മീ, ഇരുന്നുകൊണ്ട് ഉറങ്ങുകയാണോ? അല്ല, ആൻഡ് വാച്ചിങ് മീ, എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ട് അടിച്ചു വാരുന്നുണ്ടോ എന്ന് അവൻ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഐ വാസ്, ഞാനായിരുന്നു, നോട്ട് ഈവൻ അലൗഡ്, ഞാൻ അനുവദിക്കപ്പെട്ടവനായിരുന്നില്ല, എന്നെ അനുവദിച്ചിരുന്നില്ല. എന്തിനിക്ക്? ടു ഗെറ്റ് ഡ്രിങ്ക് ഓഫ് വാട്ടർ. മനസ്സിലായോ? ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും എന്നെ അനുവദിച്ചിരുന്നില്ല. ഐ വാസ് നോട്ട് ഈവൻ, ഞാൻ അലൗഡ്, എന്നെ അനുവദിക്കപ്പെട്ടു പോലുമില്ല. എന്തിനിക്ക്? ടു ഗെറ്റ് ഡ്രിങ്ക് ഓഫ് വാട്ടർ, വെള്ളം കുടിക്കാൻ പോലും എന്നെ അനുവദിച്ചിരുന്നില്ല. മൈ സെർച്ച്, ഞാൻ എന്ത് ചെയ്തു? അടിച്ചുവാരി. ദി ഹോൾ ഡേ, എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്തു? അടിച്ചുവാരി. ഫ്രം ദി
ഡോറുകളിൽ നിന്ന് ആൻഡ് വിൻഡോസ് ഓഫ് സ്കൂളിന്റെ ക്ലാസ് റൂമിന്റെ ഓരോരോ വിൻഡോ മുതൽ ഓരോരോ റൂമിന്റെ ജനവാതിലുകൾ ഡോർ മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തു, എല്ലാ ദിവസവും അടിച്ചു വാരി. The eyes of the teachers, അധ്യാപകന്മാരുടെ കണ്ണുകൾ, ആൻഡ് ബോയ്സ്, കുട്ടികളുടെയും കണ്ണുകൾ, സോ ദിസ് സ്പെക്ടാക്കിൾ, ഈ കാഴ്ച അവര് കണ്ടുകൊണ്ടേയിരുന്നു. മനസ്സിലായോ? ഈ കാഴ്ച കണ്ടുകൊണ്ടേയിരുന്നു. ഏത്? ഞാൻ അടിച്ചു വാരുന്ന ഈ കാഴ്ച ഓരോരോ അധ്യാപകന്മാരുടെയും കുട്ടികളുടെയും കണ്ണുകൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും കണ്ടു. ഞാൻ ഇങ്ങനെ അടിച്ചു വാരുന്നത് എല്ലാ വിദ്യാർത്ഥികളും എല്ലാ അധ്യാപകരും കണ്ടു. Om Prakash ആയിരുന്നു made to sweep the school and playground for the next couple of the days. മനസ്സിലായോ? അപ്പോ ഈ ഓം പ്രകാശ് വാൽക്കിനി എന്ന എഴുത്തുകാരൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവനെ ആക്കിയിരുന്നു എന്തിനിക്ക്, മേഡ്, അവനെ ആക്കിയിരിക്കുന്നു എന്തിനിക്ക്, ടു സീ, പഠിച്ചു വാരാൻ വേണ്ടി തയ്യാറാക്കിയിരുന്നു. സ്കൂൾ ആൻഡ് പ്ലേ ഗ്രൗണ്ട്, സ്കൂളും കളിസ്ഥലവും ഒക്കെ അടിച്ചു വാരാൻ അദ്ദേഹത്തെ നിർബന്ധിക്കപ്പെട്ടിരുന്നു. ഫോർ ദി നെക്സ്റ്റ് കപ്പിൾസ് ഓഫ് ഡേ, ശേഷം അടുത്ത കുറച്ച് കാലങ്ങൾ. മനസ്സിലായോ? കപ്പിൾ എന്ന് പറഞ്ഞാല് ജോഡികൾ അഥവാ കുറച്ച് ദിവസങ്ങൾ എന്ത് ചെയ്യുന്നു, ഓം പ്രകാശ് വാൽക്കിനിയെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്നു, മേഡ് ടു സ്വീപ് ദി സ്കൂൾ ആൻഡ് പ്ലേ ഗ്രൗണ്ട്, ആ സ്കൂളും പ്ലേ ഗ്രൗണ്ട് ഒക്കെ അടിച്ചു വാരാൻ അദ്ദേഹത്തെ ആ ചുമതലപ്പെടുത്തിയിരുന്നു. അങ്ങനെ and this only came to an end, ഇത് ഒരു അവസാനത്തിലേക്ക്, ഒരു പര്യവസാനത്തിലേക്ക് എത്തി. മനസ്സിലായോ? and this only came to an end, ഒരു പര്യവസാനത്തിലേക്ക്, ഒരു അവസാനത്തിലേക്ക് ഇത് എത്തിച്ചേർന്നു അഥവാ ഇത് അവസാനിച്ചു. എപ്പോൾ? when his father, അവന്റെ അച്ഛൻ, മനസ്സിലായോ, who happened to be passing by, ആ അച്ഛൻ അതിലൂടെ കടന്നു പോകുമ്പോൾ. മനസ്സിലായോ? അച്ഛൻ ഇതിനൊരു പര്യവസാനമായി, അവസാനമുണ്ടായി. എപ്പോൾ? when his father passing by, അവന്റെ അച്ഛൻ അതുവഴി കടന്നു പോകുന്നു. and saw his son, തന്റെ മകനെ കാണുന്നു. എന്തായിട്ട്? സ്വീപ്പിംഗ്, അടിച്ചു വാരുന്നവനായിക്കൊണ്ട് കാണുന്നു. തന്റെ മകനെ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ടിൽ അടിച്ചു വാരുന്നവനായിക്കൊണ്ട് തന്റെ അച്ഛൻ വാൽക്കിനിയെ കാണുന്നു. ഈ കോൺഫറൻറ്റഡ്, അവൻ എന്ത് ചെയ്തു? അധ്യാപകരെ നേരിട്ടു. കോൺഫറൻറ്റ് എന്ന് പറഞ്ഞാൽ നേരിടുക. മനസ്സിലായോ? കോൺഫറൻറ്റഡ്, അവൻ ആരെ നേരിട്ടു? അധ്യാപകരെ നേരിട്ടു. പിന്നെ എന്നിട്ട് വാക്കിംഗ് അവേ, അവനെ ഫ്രം ദി സ്കൂൾ ഹോൾഡിംഗ് ഓം പ്രകാശ് ഹാൻഡ്സ്, എന്നിട്ട് അവനെയും കൊണ്ട് വാക്കിംഗ് അവേ, അവനെയും കൊണ്ട് നടന്നു പോയി. എവിടുത്തെ? എങ്ങനെ? ബൈ ഹാൻഡ്, ബൈ ഹോൾഡിംഗ് ഓം പ്രകാശ് ഹാൻഡ്, ഓം പ്രകാശിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് സ്കൂളിന്റെ മുറ്റത്തിൽ നിന്നും നടന്നു പോയി. മനസ്സിലായോ? എന്നിട്ട് ആദ്യം കണ്ടു, എന്നിട്ട് അധ്യാപകരെ എന്ത് ചെയ്തു? നേരിട്ടു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് തന്റെ ഓം പ്രകാശ് വാൽക്കിനിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് സ്കൂളിൽ നിന്നും നടന്നു പോയി. മനസ്സിലായോ? He said, അവൻ പറഞ്ഞു. എന്ത്? ലൗഡ്ലി, ഉച്ചത്തിൽ ഉറക്കെ പറഞ്ഞു. ഫോർ ഓൾ ഓഫ് ദം ഹിയർ, അവരെല്ലാവരും കേൾക്കാൻ വേണ്ടി. അവർ ഓരോരുത്തരും ഹിയർ പറഞ്ഞാൽ അവർ കേൾക്കുക. മനസ്സിലായോ? ടു ഹിയർ ഓൾ ഓഫ് ദം, അവർ ഓരോരുത്തരും കേൾക്കാൻ വേണ്ടി. എന്ത്? യു ആർ എ ടീച്ചർ, താങ്കളൊരു അധ്യാപകനാകുന്നു. സോ, അപ്രകാരം, അതുകൊണ്ട് ഐ ആം ലീവിംഗ് നൗ, ഞാനിപ്പോൾ പോകുന്നു. ഞാനിപ്പോൾ നിങ്ങളൊരു അധ്യാപകനായതുകൊണ്ട് ഞാൻ കുട്ടിയെയും കൊണ്ട് പോകുന്നു. പക്ഷേ ഒന്ന് ഓർക്കണം, റിമെമ്പർ ദിസ്, ഇതൊന്ന് ദിസ് മച്ച് മാസ്റ്റർ, ഇത്തരം മാഷന്മാരെ ഓർക്കണം. ഹി വിൽ സ്റ്റഡി റൈറ്റ് ഹിയർ, അവനിക്ക് ഇവിടെ പഠിക്കാനുള്ള അവകാശമുണ്ട്. മനസ്സിലായോ? He will study right here, അവൻ എന്താകുന്നു? ഇവിടെ പഠിക്കും. in the school, ഈ സ്കൂളിൽ അവന് പഠിക്കും. മനസ്സിലായോ? he will study right here, അവൻ ഇവിടെ പഠിക്കും. യഥാർത്ഥത്തിൽ അവൻ ഇവിടെ പഠിക്കും. in the school, ഈ സ്കൂളിൽ അവന് വാൽക്കിനി ഇവിടെ പഠിക്കും. and not just him, അവൻ മാത്രമല്ല, but there will be more coming after him, അവന് ശേഷം ധാരാളം ആളുകൾ, ധാരാളം കുട്ടികൾ ഈ സ്കൂളിൽ വന്ന് കൊണ്ട് പഠിക്കും. മനസ്സിലായോ? അപ്പോ നിങ്ങളൊരു മാഷായതുകൊണ്ട് ഞാനിപ്പോൾ എന്റെ മകനെയും കൊണ്ട് കൂട്ടിപ്പോകുന്നു. പക്ഷെ ഒന്നോർക്കണം, ഇവന് ശേഷമുള്ള തലമുറയും ഈ സ്കൂളിൽ പഠിക്കേണ്ടവരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാൽക്കിനിയുടെ അച്ഛൻ വാൽക്കിനിയുടെ കൈപിടിച്ചുകൊണ്ട് സ്കൂളിൽ നിന്നും ഇറങ്ങിപ്പോയി. അപ്പൊ ഇവിടെ സംഭവിച്ചത് ഒരു ഇനീക്വാലിറ്റിയുടെ ഒരു കഥ ഇവിടെ സംഭവിച്ചു. ഓം പ്രകാശ് വാൽക്കിനി എന്ന എഴുത്തുകാരന്റെ ജീവിതത്തിൽ, ദളിത് ഫേമസ് എഴുത്തുകാരന്റെ
ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? ഇനീക്വാലിറ്റി. ഇനീക്വാലിറ്റി എന്താ? ഇനീക്വാലിറ്റി മറ്റുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നു, സ്റ്റഡി, അവരെന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. പിന്നെ ആര്? ഓംപ്രകാശ് വാൽക്കിമിയോ? ഓംപ്രകാശ് വാൽക്കിമി സ്വീപ്പിംഗ്, വാരാന്തേക്ക് സ്കൂളൊക്കെ അടിച്ചു വാരുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നു, ഇവരെ അടിച്ചു വാരുന്നു. ഇവരിവിടെ അടിച്ചു വാരാൻ വേണ്ടി വന്ന കുട്ടിയാണോ? അല്ല, ഇവരിവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ദളിതൻ ആയതുകൊണ്ട്, ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവരെ സ്കൂളിൽ നിന്നും പഠനത്തിൽ നിന്നും ഹെഡ് മാസ്റ്റർ പോലും മാറ്റി നിർത്തി. മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നു. ഇവനിക്ക് ഓംപ്രകാശിന് കിട്ടുന്ന അതേ മറ്റുള്ള കുട്ടികൾക്ക് കിട്ടേണ്ട അതേ അവകാശമായിരുന്നു എന്ത്? ഓംപ്രകാശ് വാൽക്കിമിക്ക് കിട്ടേണ്ട ഒരു റൈറ്റ് ആയിരുന്നു, അവകാശമായിരുന്നു എന്ത്? സ്കൂളിൽ വെച്ച് പഠിക്കാനുള്ള അവകാശം. പക്ഷെ അതുപോലും ദളിതനായതുകൊണ്ട്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട്, ഒരു കുട്ടി ആയതുകൊണ്ട് അവനെ പഠനത്തിൽ നിന്നും ഹെഡ് മാസ്റ്റർ പോലും മാറ്റി നിർത്തി അവനെ അടിച്ചു വാരാനുള്ള ചുമതലകൾ കൊടുത്തു. മനസ്സിലായോ? സ്കൂളിൽ നിന്ന് എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ചിരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്തു? ബാക്ക് ബെഞ്ചിന് ഏറ്റവും തിറകിലായിക്കൊണ്ട് നിരത്തി ഇരുത്തി. ഇതൊക്കെ എന്താണ്? ഇനീക്വാലിറ്റിയുടെ വ്യത്യസ്ത മുഖങ്ങളായിരുന്നു ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോ ഒന്നാമത്തെ കഥ ഇവിടെ പറഞ്ഞു. ഇനി രണ്ട് കഥകൾ തന്നല്ലോ. ദി സെക്കൻഡ് സ്റ്റോറി, രണ്ടാമത്തെ കഥ ഈസ് ബേസ്ഡ് ഓൺ ഇൻസിഡന്റ്. ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ്. ബേസ്ഡ് ഓൺ ഇൻസിഡന്റ്, ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ കഥ. That took place, അതെന്തായിരുന്നു? സംഭവിച്ചു in one of the India's largest city. ഇന്ത്യയിലെ വലിയ ഒരു സിറ്റിയിൽ, വലിയൊരു പട്ടണത്തിൽ സംഭവിച്ച ഒരു കഥയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ദി സെക്കൻഡ് സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ എ ഇൻസിഡന്റ്. ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്, അവലംബമാക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ കഥ. അതെന്തായിരുന്നു? ആ സംഭവം അരങ്ങേറിയവിടെ വൺ ഓഫ് മോസ്റ്റ് ഇന്ത്യാസ് ലാർജർ സിറ്റി. ഇന്ത്യയിലെ വലിയ ഒരു പട്ടണത്തിൽ സംഭവിച്ച ഒരു പ്രധാന സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ കഥ പറയുന്നത്. ഈ കോമൺ പ്രാക്ടീസ്, അതെന്തായിരുന്നു? പ്രധാന ആചാരമായിരുന്നു, പ്രധാന സംഭവമായിരുന്നു ഇവിടെ ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് കൺട്രി. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രധാന ഒരു സംഭവമായിരുന്നു ഇവിടെ ഇപ്പോൾ നടന്ന സംഭവം. മനസ്സിലാകുന്നുണ്ടല്ലോ? അഥവാ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ സാധാരണ നടക്കുന്ന സംഭവം. മനസ്സിലായോ? കോമൺ പ്രാക്ടീസ്, അത് സാധാരണ നടക്കുന്ന സംഭവമാണ് ഇവിടെ ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രധാന സാധാരണ നടക്കുന്ന നോർമലായ സംഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റോറി, അതൊരു കഥയാകുന്നു. അബൌട്ട് മിസ്റ്റർ ആൻഡ് മിസ്ട്രസ് അൻസാരി. അൻസാരിയും തന്റെ ഭാര്യ അല്ലെങ്കിൽ സഹോദരി. മനസ്സിലായോ? അൻസാരിയും അല്ലെങ്കിൽ അൻസാരിയുടെ സഹോദരി. MRS എന്ന് പറഞ്ഞാല് എന്ത് വായിക്കും? മിസ്ട്രസ്. മനസ്സിലായോ? നമ്മൾ DR എന്നിട്ട് ഡോക്ടർ വായിക്കുന്നില്ലേ? അതേപോലെ ചുരുക്കി എഴുതുന്നതാണ് എന്ത്? മിസ്ട്രസ്. മനസ്സിലായോ? മിസ്ട്രസ്. ഇതെന്ത്? MR മിസ്റ്റർ. അപ്പൊ ആണിനെ സൂചിപ്പിക്കുന്നത് എന്ത്? മിസ്റ്റർ എന്നും പെണ്ണിനെ സൂചിപ്പിക്കുന്നത് എന്ത്? മിസ്ട്രസ് എന്നുള്ളൂ. പണ്ട് പ്രധാനമന്ത്രി വന്ന് വായിച്ചു, അത് എഴുതി കൊടുത്ത് വായിക്കുന്ന ടൈം MRS എന്നുള്ള ഈ എഴുതി വായിച്ചത് എന്ത്? MRS ശിവസേന. മനസ്സിലായോ? അപ്പോ അത് MRS വായിക്കേണ്ടത് എന്ത് വായിക്കണം? നമ്മള് MR എന്നാണ് വായിക്കേണ്ടത്? അല്ല, എന്താ വായിക്കുക? മിസ്റ്റർ. അതേപോലെ ഇതെന്താ വായിക്കേണ്ടത്? MRS എന്നല്ല, എന്ത് വായിക്കണം? മിസ്ട്രസ്. മനസ്സിലായോ? ഭഗവതി. പിന്നെ പെണ്ണിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ത്? മിസ്ട്രസ്. അപ്പോ അൻസാരിയും അൻസാരിയുടെ പെണ്ണുങ്ങളും who were looking to rent an apartment in the city. അൻസാരിയും അൻസാരിയുടെ പെണ്ണുങ്ങളും അവര് അന്വേഷിച്ച് നടക്കുന്നവരായിരുന്നു. എന്തിനേക്ക്? to rent an apartment, ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കാൻ, ഒരു ദിവസം താമസിക്കാൻ വേണ്ടി അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കാൻ നടക്കുന്നവരായിരുന്നു. ആര്? അൻസാരിയും അൻസാരിയുടെ പെണ്ണുങ്ങളും. അത് സഹോദരി, ഉമ്മ, ആരും ആവാം. അപ്പൊ അൻസാരിയും അൻസാരിയുടെ പെണ്ണുങ്ങളും എന്ത് ചെയ്യുന്നു? ഒരു അപ്പാർട്ട്മെന്റ് വാടക എടുക്കാൻ വേണ്ടി അപ്പാർട്ട്മെന്റ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഒരു അങ്ങാടി. മണി, അവർക്ക് എന്തായിരുന്നു? ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നു. ആൻഡ് സോ പേയിങ് ദി റെന്റ് വാസ് നോ പ്രോബ്ലം. മനസ്സിലായോ? അവർക്ക് ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പേയിങ് ദി റെന്റ്, ഈ വാടക കൊടുക്കുക എന്നുള്ളത് വാസ് നോട്ട് എ പ്രോബ്ലം, ഒരു
പ്രധാന പ്രശ്നമായിരുന്നില്ല. മനസ്സിലായോ? അപ്പൊ നല്ല അത്യാവശ്യ സമ്പത്തുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു അൻസാരിയുടെ പെണ്ണുങ്ങളും. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് എന്തില്ല, ഈ വാടക കൊടുക്കുക എന്നുള്ളത് ഒരു പ്രയാസമല്ല, കാരണം നല്ലൊരു പൈസയുണ്ട് അവരുടെ കയ്യിൽ. They had money, അവർക്ക് എന്തുണ്ട്, സമ്പത്തുണ്ട്. So paying the rent was no problem. ഈ പൈസ വാടക കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാന വിഷയമായിരുന്നില്ല അവർക്ക്. അവർ പോയി എവിടത്തേക്ക്, ടു പ്രോപ്പർട്ടി ഡീലർ, ഈ ഇടപാട്, ഈ സമ്പത്ത്, ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ. മനസ്സിലായോ? വസ്തുക്കൾ ഇങ്ങനെ വാടക എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ. മനസ്സിലായി? അങ്ങാടിയിൽ നമ്മളിപ്പം പോയാൽ നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെ റൂം വേണോ ഏതെങ്കിലും ടൗണുകളിൽ, ബാംഗ്ലൂർ അങ്ങനെയുള്ള ടൗണുകളിലേക്ക് അല്ലെങ്കിൽ ഹൈദരാബാദൊക്കെ പോയാൽ ചോദിക്കുന്നത് ഇങ്ങനെ റൂം വേണോ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളുടെ അടുക്കലേക്ക് ഇവര് പോയി. അവർ പോയി എവിടത്തേക്ക്, ടു പ്രോപ്പർട്ടി ഡീലർ, ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സമ്പത്ത്. മനസ്സിലായത്? ഇങ്ങനെ അപ്പാർട്ട്മെന്റ് ഒക്കെ അപ്പാർട്ട്മെന്റുകളായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളുടെ അടുക്കലേക്ക് ആര് പോയി? ഈ മിസ്റ്റർ സൻസാരി പോയി. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തിനേക്ക്? ടു ഹെൽപ്പ്, ഫോർ എ ഹെൽപ്പ്, അവരൊരു സഹായത്തിന് വേണ്ടി, ടു ഫൈൻഡ് എ പ്ലേസ്, അവർക്ക് യോജിച്ച ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഇവരാരുടെ അടുക്കൽ പോയി? ഈ അപ്പാർട്ട്മെന്റ് ഒക്കെ വാടക കൊടുക്കുന്ന ഒരാളുടെ അടുക്കലേക്ക് പോയി. മനസ്സിലായോ? പ്രോപ്പർട്ടി ഡീലർ എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടങ്ങളൊക്കെ ഇടപാട് നടത്തുന്ന ഒരാളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളത്തേക്ക് പോയി. എന്തിന്? ഫോർ എ ഹെൽപ്പ്, ഒരു സഹായത്തിന് വേണ്ടി. എന്തിനേക്ക്? ടു ഫൈൻഡ് എ പ്ലേസ്, ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഇവർ രണ്ടുപേരും അവരുടെ അടുക്കലേക്ക് പോയി. ദി ഡീലർ, പ്രോപ്പർട്ടി നടത്തുന്ന ഇടപാട് നടത്തുന്ന ആൾ, ഇൻഫോംഡ് ദം, അവരെ അറിയിച്ചു. ദാറ്റ് എന്തെന്നാൽ, ഹി ന്യൂ, അവരെ പ്രോപ്പർട്ടി ഡീലർ അറിയുന്നു. ഹി ന്യൂ, അവൻ അറിയുന്നു. അപ്പാർട്ട്മെന്റ്, ഒരു അല്പം നല്ല ചില അപ്പാർട്ട്മെന്റുകളെ അവർക്ക് എന്താവാം, അറിയാം. മനസ്സിലായോ? അപ്പോ ഒരു പ്രോപ്പർട്ടി ഡീലറുടെ അടുക്കലേക്ക് ഇവർ രണ്ടുപേരും പോയി. അങ്ങനെ ഹി ന്യൂ, അവർ ആ പ്രോപ്പർട്ടി ഡീലറിനെ ഇൻഫോംഡ് ദം, അവരെ അറിയിച്ചു. ദാറ്റ് എന്തെന്നാൽ, he knew about quite a few apartments that were available for rent. മനസ്സിലായോ? ഈ വാടകയ്ക്ക് കൊടുക്കും എന്ന് ഉറപ്പുള്ള അല്പം ചില അപ്പാർട്ട്മെന്റുകളെ കുറിച്ച് ആർക്കറിയാം? ഈ പ്രോപ്പർട്ടി ഡീലറിന് അറിയാം. മനസ്സിലായോ? എന്ന് ആ പ്രോപ്പർട്ടി ഡീലർ അവരെ, ഈ മിസ്റ്റർ സൻസാരികളെ അറിയിച്ചു. They visited first apartment. അങ്ങനെ കുറച്ച് അപ്പാർട്ട്മെന്റുകൾ അറിയാലോ. അപ്പൊ ഇവര് മൂന്ന് പേരും സന്ദർശിച്ചു ഫസ്റ്റ് അപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? സന്ദർശിച്ചു. അൻസാരി അൻസാരി എന്ത് ചെയ്തു? ഈ അൻസാരികൾ മിസ്റ്റർ സൻസാരി ഇഷ്ടപ്പെട്ടു. ഈ ഫസ്റ്റ് അപ്പാർട്ട്മെന്റിനെ വെരി മച്ച്, നല്ല രീതിയിൽ തന്നെ നല്ലവണ്ണം ഈ ഫസ്റ്റ് അപ്പാർട്ട്മെന്റ് എന്തായിരുന്നു? ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് അങ്ങനെ അവരെന്ത് ചെയ്തു? ആ അപ്പാർട്ട്മെന്റ് എടുക്കാൻ തീരുമാനിച്ചു. However, എന്തായാലും മനസ്സിലായോ? ലാൻഡ് ലേഡി എന്ന് പറഞ്ഞാല് ഈ ഗൃഹനാഥ, ഈ അപ്പാർട്ട്മെന്റിന്റെ ഉടമ. മനസ്സിലായോ? ഈ അപ്പാർട്ട്മെന്റ് ലാൻഡ് ലേഡി ഫൗണ്ട് ഔട്ട് their names, ഇവരുടെ പേരുകൾ കണ്ടപ്പോൾ. എന്താണ് ഇവരുടെ പേര്? അൻസാരി. മനസ്സിലായോ? അൻസാരി എന്ന അവരുടെ പേര് കണ്ടപ്പോൾ. വീട്ടുടമ ഗൃഹനാഥ ഫൗണ്ട് ഔട്ട്, കണ്ടെത്തിയപ്പോൾ, their names, അവരുടെ നെയിമുകൾ കണ്ടെത്തിയപ്പോൾ, പേരുകൾ കണ്ടെത്തിയപ്പോൾ, she made an excuse, അവൾ എന്ത് ചെയ്തു? ഒരു ഒഴിവ് കഴിവ് ഉണ്ടാക്കിയെടുത്തു. എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാല് ഒഴിവ് കഴിവുകൾ എടുക്കുക. മനസ്സിലായോ? അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം താല്പര്യമില്ല, ഒരാൾക്ക് 10 രൂപ കൊടുക്കാൻ നമ്മളിൽ ഉണ്ട്, പക്ഷെ എന്താവില്ല, നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല. അപ്പൊ എന്ത് ചെയ്യും? എടാ നമുക്ക് മറ്റേ ഇവിടെ പോകാനുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു കൊടുക്കാൻ വേണ്ടി ഇവരുടെ അടുത്ത് വാങ്ങിയതാന്ന് പറഞ്ഞിട്ട് എന്താവും? നമ്മള് കുറച്ച് ട്രിക്ക് എടുക്കും. അതാണ് എക്സ്ക്യൂസ്, ഒഴിവ് കഴിവ്. മനസ്സിലാവും? ഒഴിവ് കഴിവ് പറയാം. അപ്പൊ കഴിവില്ലാന്ന് എന്ത് ചെയ്തു? ആര് പറഞ്ഞു? ഈ ലാൻഡ് ലേഡി പറഞ്ഞു ഈ അപ്പാർട്ട്മെന്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റൂല. കാരണം അവളെന്ത് ചെയ്തു? ഉണ്ടാക്കിയെടുത്ത് എക്സ്ക്യൂസ്, ഒഴിവ് കഴിവുകൾ ഉണ്ടാക്കിയെടുത്തു. How she could not rent the house to someone who ate meat. മനസ്സിലായോ? Because building did not have any non-vegetarian residents. മനസ്സിലായല്ലോ? അവൾ എന്താണ് ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കിയെടുത്തു. എന്താ എന്തിനിക്ക്? ഇവർക്ക് എന്തിനിക്ക്? How she could not rent the house to
someone. ചിലർക്ക് ഈ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കാതിരിക്കാൻ, മനസ്സിലായോ? എങ്ങനെ സാധിക്കാതിരിക്കും എന്നതിന് എന്ത് ചെയ്തു? ഈ അപ്പാർട്ട്മെന്റ് ചിലർക്ക് എങ്ങനെ അപ്പാർട്ട്മെന്റ് എങ്ങനെ വാടക കൊടുക്കാതിരിക്കും എന്നതിനെ കുറിച്ച് ഒരു ഒഴിവ് കഴിവ് കണ്ടെത്തി. മനസ്സിലായോ? എന്തിനാണ് ഒഴിവ് കഴിവ് കണ്ടെത്തിയത്? ഹൗ ഷീ കുഡ് നോട്ട് റെന്റ്. മനസ്സിലായോ? എങ്ങനെ വാടകയ്ക്ക് കൊടുക്കാതിരിക്കും എന്നതിനെ കുറിച്ച് ഒഴിവ് കഴിവ് കണ്ടെത്തി. എന്ത്? ഈ ഹൗസ്, ഈ അപ്പാർട്ട്മെന്റ് എങ്ങനെ വാടക കൊടുക്കാതിരിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ആർക്ക്? സമ്മൺ, ഏതെങ്കിലും ചിലർക്ക്, അതോ ഇവർക്ക് എങ്ങനെ അപ്പാർട്ട്മെന്റ് വാടക കൊടുക്കാതിരിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ഒരു ഒഴിവ് കഴിവ് കണ്ടെത്തി. എങ്ങനെ? എന്താണ് കാരണം? അവര് ഭക്ഷിക്കുന്നു മീറ്റ്, ഇറച്ചി ഭക്ഷിക്കുന്നു. കാരണം എന്താ? ബിക്കോസ് ബിൽഡിംഗ് ഡിഡ് നോട്ട് ഹാവ് എനി നോൺ വെജിറ്റേറിയൻ റെസിഡൻസ്. ഈ ബിൽഡിംഗിൽ എന്തില്ല? ഈ പച്ചക്കറി അല്ലാതെ കഴിക്കുന്ന താമസക്കാരില്ല. ഈ റെസിഡൻസിൽ താമസിക്കുന്ന എല്ലാവരും എന്താണ്? ഇറച്ചി കഴിക്കാത്തവരാണ്, ഒരു പച്ചക്കറി മാത്രം കഴിക്കുന്നവരാണ്. മനസ്സിലായോ? അങ്ങനെ ഇറച്ചി നോൺ വെജിറ്റേറിയൻ ആയ റെസിഡൻസ് താമസക്കാർ ഈ അപ്പാർട്ട്മെന്റിൽ ഇല്ല. നിങ്ങൾ എന്താണ്? ഇറച്ചി കഴിക്കുന്നവരാണ്, അതുകൊണ്ട് എന്തില്ല? ഈ അപ്പാർട്ട്മെന്റിൽ തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ ഒഴിവ് കഴിവ് കണ്ടെത്തിയത്, നിങ്ങൾ ഇറച്ചി കഴിക്കുന്നവരാണ്, അപ്പൊ മുസ്ലിം ആണല്ലോ, അപ്പൊ ഇറച്ചി കഴിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ അപ്പാർട്ട്മെന്റിൽ ഇറച്ചി കഴിക്കുന്നവർക്ക് താമസം കൊടുക്കാറില്ല. ഇവിടെ താമസിക്കുന്ന എല്ലാവരും എന്താണ്? നോൺ വെജിറ്റേറിയൻസ് ആണ്. മനസ്സിലായില്ലേ? നോൺ വെജിറ്റേറിയൻ ആയ ആരും ഇല്ല എന്നതിനെ കുറിച്ച് ഒരു ഒഴിവ് കഴിവ് കണ്ടെത്തി. ബോത്ത് അൻസാരീസ്, രണ്ട് അൻസാരി അഥവാ മിസ്റ്റർ അൻസാരി ആൻഡ് ദി പ്രോപ്പർട്ടി ഡീലർ വേർ സർപ്രൈസ്ഡ്. മനസ്സിലായി? ഇവരെ ഒരു പ്രോപ്പർട്ടി ഡീലറിനെ സമീപിച്ചല്ലോ, അവരെയും കൊണ്ട് ഈ പ്രോപ്പർട്ടി ഡീലറാണ് ഇവരെ രണ്ടുപേരെയും കൊണ്ട് പോകുന്നത്. ഈ രണ്ടുപേരും, ഈ മൂന്ന് പേരും എന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ടു. To hear this, ഇത് കേട്ടപ്പോൾ, because കാരണം എന്താ? They could smell fish. ഒരു മീനെ അവർക്ക് മണക്കാൻ സാധിക്കുന്നു. എങ്ങനത്തെ മീൻ? ബീയിങ് കുക്ക്ഡ്, പാചകം ചെയ്യപ്പെടുന്ന ഒരു മീനിന്റെ സ്മെൽ, അതായത് പൊരിച്ച മീനിന്റെ ഒരു വാസന. ഉദാഹരണത്തിന് പൊരിച്ച കറിയൊക്കെ നല്ല ഫ്രീ ആക്കി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മീൻ, മനസ്സിലായോ? ഒരു മീൻ വിഭവം തയ്യാറാക്കുന്ന, പാചകം ചെയ്യുന്ന സ്മെല്ല് ഇവർക്ക് ആ അപ്പാർട്ട്മെന്റിൽ നിന്നും മണത്തെടുക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇതും കൂടി കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? അത്ഭുതപ്പെട്ടു പോയി. ഇന്ത്യ നെയ്ബേഴ്സ് ഹൗസ്, തന്റെ അയൽവാസിയുടെ അപ്പുറത്തെ വീട്ടിൽ, അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ നിന്നും അപ്പുറത്തെ ഹൗസിൽ നിന്നും മീൻ പാചകം ചെയ്യുന്ന ഒരു സ്മെല്ല് ഇവർക്ക് ലഭിച്ചു. അപ്പോൾ ഇവർ അത്ഭുതപ്പെട്ടു. റിപ്പീറ്റഡ്, അത് ആവർത്തിക്കപ്പെട്ടു. സെക്കൻഡ് ആൻഡ് തേർഡ് അപ്പാർട്ട്മെന്റ്, രണ്ടാമത്തെ അപ്പാർട്ട്മെന്റിലും പോയി, മൂന്നാമത്തെ അപ്പാർട്ട്മെന്റിലും ഒക്കെ പോയപ്പോൾ ഈ ഒരേ ഒരു കാരണം, നോൺ വെജിറ്റേറിയൻസിന് ഇവിടെ പ്രവേശനമില്ല. മനസ്സിലായോ? വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് അപ്പാർട്ട്മെന്റിൽ കൊടുക്കൂ എന്നത് അവർ കേട്ടു. അപ്പോ ഫൈനലി അവസാനമായിക്കോട്ടെ, ഈ പ്രോപ്പർട്ടി ഡീലർ, ഈ ഫസ്റ്റ് കണ്ട ഈ പ്രോപ്പർട്ടി ഡീലർ ടോൾഡ് ദം, അവരോട് പറഞ്ഞു, ദാറ്റ് ദേ മൈറ്റ് വാണ്ട് ടു ചേഞ്ച് ദെയർ നെയിംസ്, അവരുടെ പേരുകൾ എന്താവാൻ, നിങ്ങളുടെ പേരെന്താണ്? അൻസാരി എന്നല്ലേ, അതൊന്ന് മാറ്റൂ എന്ന് ആവശ്യപ്പെട്ടു. ഈ പ്രോപ്പർട്ടി ഡീലർ അവരുടെ പേരുകൾ മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? വിളിക്കൂ. സ്വയം നിങ്ങൾ നിങ്ങളെ പേരാക്കുന്നത് മിസ്റ്റർ കുമാർ. മനസ്സിലായോ? അൻസാരി എന്ന് മാറ്റി നിങ്ങൾ എന്ത് ചെയ്യൂ? കുമാർ എന്ന പേര് സ്വീകരിക്കാൻ വേണ്ടി പ്രോപ്പർട്ടി ഡീലർ ആവശ്യപ്പെട്ടു. മനസ്സിലായോ? ദി അൻസാരീസ് വെർ റിലക്റ്റന്റ്, അവരെന്തായിരുന്നു? വൈമനസ്യം കാണിക്കുന്നവരായിരുന്നു, വൈമനസ്യരായിരുന്നു. മനസ്സിലായോ? റിലക്റ്റന്റ് എന്ന് പറഞ്ഞാല് വൈമനസ്യം കാണിക്കുന്നവരായിരുന്നു. ആരൊക്കെ? ഈ അൻസാരികൾ. മിസ്റ്റർ അൻസാരി ഈ കുമാർ എന്ന പേര് സ്വീകരിക്കാൻ വൈമനസ്യം കാണിക്കുന്നവരായിരുന്നു. നല്ലത് ഈ താല്പര്യപ്പെട്ടിരുന്നില്ല, ഈ കുമാർ എന്ന പേര് സ്വീകരിക്കാൻ അവര് ഇഷ്ടപ്പെട്ടിരുന്നില്ല, അവര് മടി കാണിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? തീരുമാനിച്ചു. എന്തിനു? ടു ലുക്ക് സം മോർ, കുറച്ചുകൂടി അപ്പാർട്ട്മെന്റുകൾ അന്വേഷിച്ച് നടക്കാൻ. ഏതായാലും ആ പേര് ചെയ്യാ എന്ത് ചെയ്തു? പറഞ്ഞു. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി അപ്പാർട്ട്മെന്റ് ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് കണ്ടെത്തി. ഇന്ത്യൻ അവസാനത്തിൽ ഇറ്റ് ടുക്ക് എ ഹോൾ മന്ത്, ഒരു മാസം എടുത്തു. എന്തിനൊക്കെ? ഫോർ ലുക്കിംഗ് അറ്റ് സം അപ്പാർട്ട്മെന്റ് ബിഫോർ. മനസ്സിലായോ? ഒരു മാസം എടുത്തു. എന്തിനൊക്കെ? ഓഫ് ലുക്കിംഗ്, നോക്കിക്കൊണ്ട് അപ്പാർട്ട്മെന്റ്. മനസ്സിലായോ? ബിഫോർ ദേ ഫൗണ്ട് എ ലാൻഡ് ലേഡി, ഒരു ലാൻഡ് ലേഡിയെ കണ്ടെത്തുന്നതിന് മുമ്പ് ഹു വാസ് വില്ലിംഗ് ടു ഗിവ് ദം എ പ്ലേസ് ടു റെന്റ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഒരു
ഇവർക്ക് ഒരു അപ്പാർട്ട്മെന്റ് കാണിച്ചു കൊടുക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് നൽകാൻ തയ്യാറായ ഒരു ലേഡിയെ കാണുന്നതിന് മുമ്പ് ഒരു മാസം എടുത്തു. അഥവാ ഇങ്ങനെ ഇവർ അന്വേഷിച്ച് ലാസ്റ്റ് ഒരു ലേഡിയെ കണ്ടു. അവൾ എന്ത് ചെയ്തു? അവസാനം ഒരു അപ്പാർട്ട്മെന്റ് ഇവർക്ക് വാടകയ്ക്ക് നൽകാൻ സമ്മതിച്ചു. അങ്ങനെയുള്ള ഒരു ലേഡിയെ കാണുന്നതിന് മുമ്പ് ഒരു മാസം എടുത്തിരുന്നു. അഥവാ ഒരു മാസം സെർച്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ഇവർക്ക് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് കിട്ടിയത് എന്നർത്ഥം. കാരണം എന്ത്? ഇവരെ പേരെന്തായിരുന്നു? അൻസാർ എന്നായിരുന്നു, അൻസാരി എന്നാണ്. അഥവാ ഒരു മുസ്ലിം നെയിം ആയതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്തില്ല? അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് കൊടുത്തില്ല. അപ്പൊ എന്ത് ചെയ്തു? പ്രോപ്പർട്ടി ഡീലർ കുമാരി എന്ന പേര് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു. അതെന്താണ്? നൺ മുസ്ലിം ആണ്. മനസ്സിലായോ? അപ്പൊ നൺ മുസ്ലിം എന്ന പേര് സ്വീകരിക്കാൻ ആരും തയ്യാറില്ല, അൻസാരി തയ്യാറായില്ല. കാരണം എന്ത്? ഒരു മതവിശ്വാസം. അപ്പൊ ഇവിടെ നടന്നത് ഈ കുമാരികൾക്ക് ഹൈന്ദവർക്ക് അല്ലെങ്കിൽ നൺ മുസ്ലിംസിന് എന്ത് ചെയ്യുന്നു? വാടക കൊടുക്കുന്നു. ആർക്ക് കൊടുക്കുന്നില്ല? ഈ ബീഫൊക്കെ കഴിക്കുന്നവർക്ക് കൊടുക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ബീഫ് കഴിക്കുന്നവർക്ക് കൊടുക്കുന്നില്ല എന്ന് നുണപ്രചാരണം നടത്തി. കാരണം എന്ത്? ഇവരൊരു മുസ്ലിം ആയതുകൊണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് കുമാർ എന്നതിന് കൊടുക്കുന്നു, അൻസാറിന് കൊടുക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ അതൊരു ഇനീക്വാലിറ്റിയുടെ ഉദാഹരണമാണ്. മനസ്സിലായോ? അപ്പൊ ഇതെന്താണ്? ഒരു ഇനീക്വാലിറ്റിക്കുള്ള ഉദാഹരണമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ പറഞ്ഞത് എന്ത്? ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഇനീക്വാലിറ്റികൾ സുലഭമായി കൊണ്ട് ഒരു നോർമൽ ഫോമിൽ തന്നെ എന്ത് ചെയ്യുന്നു? നടന്നു പോകുന്നു. പ്രധാന അത്ഭുതമൊന്നുമില്ല. ഇങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഉണ്ടായേക്കാം. മനസ്സിലായോ? അപ്പോ ഇവിടെ പറഞ്ഞ രണ്ട് കഥകളിലും എന്തുണ്ടോ? ഇനീക്വാലിറ്റി മുയച്ചു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോ അടുത്ത പാഠം റെക്കഗ്നൈസിംഗ് ദി ഡിഗ്നിറ്റി എന്താകുന്നു? മനസ്സിലായോ? അപ്പോ ഈ പാഠത്തില് കഥ എന്തായാലും മനസ്സിലാക്കി വെക്കുക. അതിലുള്ള അർത്ഥങ്ങളൊക്കെ പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.